ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് കൃത്യമായ സ്വാഗതം. നമുക്കറിയാം, ഏകദേശം 6 മാർക്കിനൊക്കെ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്, അതായത് ക്യാരക്ടർ സ്കെച്ച്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ബിലൗഡ് ബോലസ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ തെരേസ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കഥാപാത്ര നിരൂപണമാണ്. ബിലൗഡ് ബോലസ് എന്ന് പറയുന്ന പാഠഭാഗം ആരാണ് എഴുതിയിരിക്കുന്നത്? ബിലൗഡ് ബോലസ് എന്ന് പറയുന്നത് ഒരു കഥയാണ്. ആരാണ് അത് രചിച്ചിരിക്കുന്നത്? മാക്സിം ഗോർക്കി എന്ന് പറയുന്ന വ്യക്തിയാണ്, അല്ലെ? ഇവിടെ നിങ്ങൾ ഹെഡിങ് നോക്കുക, ബിലൗഡ് ബോലസ്. അവിടെ ബോലസ് എന്ന് പറയുന്ന ആ ഒരു പേരിനെ ഞാൻ സ്മോൾ ലെറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, തെറ്റ് പറ്റിയതാണ്. ബോലസ് എന്ന് പറയുന്നത് ഒരു പേരാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ബി എന്ത് വേണം? ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലായിടത്തും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഹെഡിങ് കൊടുക്കുമ്പോൾ അവിടെ ഒരു തെറ്റ് പറ്റിപ്പോയതാണ്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കഥാപാത്ര നിരൂപണത്തിലേക്ക് കടക്കാം. ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആ ഒരു കഥാപാത്രം എന്ത് മെസ്സേജ് ആണ് വായനക്കാർക്ക്, സമൂഹത്തിന് നൽകുന്നത് എന്ന് നമ്മൾ എഴുതാൻ മറക്കരുത്. അതേപോലെ തന്നെ ആ ഒരു കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളോട് എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് എഴുതാൻ മറന്നു പോകരുത്. കൂടാതെ ഈ ഒരു കഥാപാത്രത്തിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ്, അതിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, പിന്നെ ഈ ഒരു കഥാപാത്രം ആ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും ഡയലോഗുകളും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഥാപാത്ര നിരൂപണം ഏറ്റവും ഗംഭീരമായിട്ടുള്ള, ഏറ്റവും ഭംഗിയാർന്ന കഥാപാത്ര നിരൂപണമാക്കിയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഏതാനും പോയിന്റ്സ് നിങ്ങൾ ഓർത്തു വെക്കുക. ആ ഒരു കഥാപാത്രം സമൂഹത്തിന് നൽകുന്ന മെസ്സേജ്, ആ ഒരു കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ആ ഒരു കഥാപാത്രം എന്തൊക്കെ ഡയലോഗ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, അതിലേതാനും ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കൂടാതെ ആ ഒരു കഥാപാത്രത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, അങ്ങനെ ആ ഒരു കഥാപാത്രത്തെ പറ്റിയിട്ടുള്ള എല്ലാ വശങ്ങളും, അത് ആ ഒരു കഥാപാത്രത്തിന്റെ ദോഷങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കഥാപാത്ര നിരൂപണത്തിൽ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെയാണ്. സോ ഇപ്പൊ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തെരേസ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ കഥാപാത്ര നിരൂപണമാണ്, ക്യാരക്ടർ സ്കെച്ച് ആണ്. 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോക്ക് അതിൻ്റെതായ പ്രാധാന്യത്തോട് കൂടിയിട്ട് നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? കഥാപാത്ര നിരൂപണത്തിലേക്ക് പോകാം. ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ആദ്യം തന്നെ ആ ഒരു കഥാപാത്രം ഏത് പാഠഭാഗത്തിലാണുള്ളത്, ആ പാഠഭാഗം ആരാണ് എഴുതിയിരിക്കുന്നതെന്ന് എഴുതാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ നോക്കൂ, തെരേസ ഈസ് ദ മോസ്റ്റ് ടച്ചിങ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ബിലൗഡ് ബോലസ് ബൈ മാക്സിം ഗോർക്കി. നിങ്ങൾ ആ ഒരു പാഠഭാഗത്തിന്റെ ആ ഒരു പേര് നിങ്ങൾ ശ്രദ്ധിക്കണം. ബിലൗഡ് ബോലസ്, 2 ബിയും ക്യാപിറ്റൽ ലെറ്ററിലാണ്. അതേപോലെ തന്നെ ബിലൗഡ് ബോലസ്, ബോലസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. ബിലൗഡ് എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട ബോലസ്. ഓക്കെ, ബോലസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണ്. ഈ ഒരു പാഠഭാഗത്തിന്റെ ക്ലാസ് കാണാത്ത കുട്ടികളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവേത് ഈ ഒരു പാഠഭാഗം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ഒരു വീഡിയോ, കഥാപാത്ര നിരൂപണം എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടുതലായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുകയുള്ളൂ. Okay, so Teresa is the most touching character in the story beloved ബോലസ് by മാക്സിം ഗോർക്കി. ഇവിടെ നിങ്ങൾ നോക്കുക, തെരേസ എന്ന് പറയുന്നത് ബിലൗഡ് ബോലസ് എന്ന് പറയുന്ന കഥയിലെ ആരെഴുതിയ, മാക്സിം ഗോർക്കി എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ള ബിലൗഡ് ബോലസ് എന്ന് പറയുന്ന കഥയിലെ പ്രധാനപ്പെട്ട, നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു കഥാപാത്രമാണ് തെരേസ എന്ന് പറയുന്നത്. ഇവിടെ ആ ഒരു പാഠഭാഗത്തിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എഴുത്തുകാരന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഷീ ഈസ് എ ലോൺലി ആൻഡ് പുവർ വുമൺ ഹു ലിവ്സ് ഇൻ എ സ്മോൾ റെന്റഡ് റൂം. ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഏകാന്തത അനുഭവിക്കുന്ന പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. എവിടെയാണ് ഇവർ താമസിക്കുന്നത്? ഒരു ചെറിയ വാടക മുറിയിൽ. ഷീ ലുക്സ് ഓൾഡ് ആൻഡ് വീക്ക് ആൻഡ് ഹെർ ലൈഫ് ഈസ് ഫുൾ ഓഫ് സാഡ്നെസ്. ആ ഒരു സ്ത്രീയെ കാണുമ്പോൾ എങ്ങനെയാണ്? വളരെ അവശയാണ്, പ്രായം തോന്നിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ വളരെയധികം സങ്കടത്തിലാണ് എല്ലാ സമയവും കാണപ്പെടുന്നത്. At first, the narrator misunderstands her and thinks she is an immoral woman because of her appearance and behavior. ആദ്യഘട്ടത്തില് നമ്മൾ ഈ ഒരു കഥ പറഞ്ഞു തരുന്ന ആളില്ലേ, അതായത് ആ ഒരു പാഠഭാഗത്തില് ഒരു കുട്ടിയാണ് ഈ കഥ നമ്മളോട് ഇങ്ങനെ പറയുന്ന രീതിയിലാണ് ആ ഒരു കഥ മുന്നോട്ട് പോകുന്നത്, അല്ലെ? ഒരു കുട്ടി നെറേറ്റ് ചെയ്തു തരുന്ന രീതിയിലാണ് പാഠഭാഗം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ കുട്ടി ആദ്യം കരുതുന്നത് ഈ ഒരു സ്ത്രീ എന്തോ ഒരു ശരിയല്ല, എന്തോ ആണ്, എൻ്റെ അടുത്ത് നിന്ന് എന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്നോട് ചിലപ്പം ഇഷ്ടമുണ്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നതെന്നൊക്കെ കരുതിയിട്ട് ആ ഒരു സ്ത്രീയെ പറ്റിയിട്ട് എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ ആ ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തെരേസ ഈസ് എ സിമ്പിൾ വുമൺ വിത്ത് എ ഗുഡ് ഹാർട്ട്. തെരേസ എന്ന് പറയുന്നത് എങ്ങനെയുള്ള സ്ത്രീയാണ്? വളരെ നിഷ്കളങ്കയായിട്ടുള്ള, നല്ല മനസ്സിനുടമയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഷീ ഈസ് പൊളൈറ്റ് ആൻഡ് സ്പീക്സ്
സോഫ്റ്റ്ലി. തെരേസ എങ്ങനെയാണ് സംസാരിക്കുന്നത്? വളരെ സാവധാനത്തോട് കൂടിയിട്ട്, വളരെ ആദരവോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ഷീ വിസിറ്റ്സ് ദി നറേറ്റർ ആൻഡ് റിക്വസ്റ്റ് ഹിം ടു റൈറ്റ് ലെറ്റേഴ്സ് ഫോർ ഹെർ. എന്താണ് നമ്മുടെ ഈ ഒരു തെരേസ ഈ ഒരു നെറേറ്ററിനെ, ആ ഒരു കുട്ടിയെ കാണാൻ വേണ്ടി പോവുകയും ആ കുട്ടിയോട് കത്തുകൾ എഴുതി തരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. സ്ലോലി വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തെരേസ ഈസ് നോട്ട് എ ബാഡ് പേഴ്സൺ. അങ്ങനെ പതിയെ കഥ മുന്നോട്ട് പോകും തോറും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, തെരേസ എന്ന് പറയുന്നത് ഒരു മോശം വ്യക്തിയല്ല, ബട്ട് എ ഡീപ്ലി ലോൺലി വുമൺ ഹു ഹാസ് നോ വൺ ടു ലവ് ഓർ കെയർ ഫോർ ഹെർ. പക്ഷെ എങ്ങനെയുള്ള സ്ത്രീയാണ്? ഏകാന്തത അനുഭവിക്കുന്ന, ആരും തന്നെ സ്നേഹിക്കാനില്ല, ആരും തനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല, ആരും തന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്ന, വളരെ ആഴത്തിലെ ഏകാന്തത അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട ആളായിരുന്നു ആരെന്ന് പറയുന്നത് തെരേസ. ഹെർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഈസ് ഹെർ ഇമാജിനേഷൻ. അല്ലെ, നമ്മുടെ തെരേസയുടെ ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള ഒരു കഴിവെന്ന് പറയുന്നത് അവർ ഇമാജിനേഷൻ ചെയ്യാൻ എന്നുള്ളതാണ്. അതായത് അവര് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഭാവനയിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. സിൻസ് ഷീ ഹാസ് നോബഡി ഇൻ റിയൽ ലൈഫ്, അതായത് യഥാർത്ഥ ജീവിതത്തിൽ അവർക്ക് ആരുമില്ലെങ്കിൽ പോലും ഷീ ക്രിയേറ്റ്സ് ആൻ ഇമേജിനറി ലവർ നേംഡ് ബോലസ്. അവരെന്ത് ചെയ്യുകയാണ്? തൻ്റെ സ്വയം ഭാവനാത്മകമായിട്ട് ഒരു ലവറിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് വേണ്ടി കത്തുകൾ അയക്കാൻ എൻ്റെ ബോലസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, എൻ്റെ ആ ഒരു പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതനുണ്ട് എന്ന് ആര് ഇമാജിനേഷൻ ചെയ്യുകയാണ്? തെരേസ ഇമാജിൻ ചെയ്യുകയാണ്. ഷീ റൈറ്റ്സ് ലെറ്റേഴ്സ് ടു ഹിം ടു ഫീൽ ഹാപ്പിനെസ് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്. ഇവരെന്ത് ചെയ്യാണ്? ആ ബോലസ് എന്ന് പറയുന്ന യാഥാർത്ഥ്യമല്ലാത്ത ആ ഒരു ഇമേജിനറി ലവറിന് വേണ്ടിയിട്ട് കത്തുകൾ എഴുതുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ലെറ്റേഴ്സ് എഴുതുന്നത്? സ്വയം സന്തോഷം കണ്ടെത്താനും അതേപോലെ തന്നെ എനിക്കും കത്തുകൾ എഴുതാൻ ആളുകളുണ്ട് എന്ന് സ്വയം തോന്നിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ദിസ് ഷോസ് ദാറ്റ് ഷീ ഈസ് ഇമോഷണലി വീക്ക് ആൻഡ് വാണ്ട്സ് ലവ്, റെസ്പെക്ട് ആൻഡ് കമ്പാനിയൻഷിപ്പ്. അതായത് ഇതെന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അവരുടെ മനസ്സെന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സാണ്. ആ ഒരു സ്ത്രീയെ സ്നേഹിക്കാൻ ആരെങ്കിലൊക്കെ വേണം, അവരെ ആദരിക്കാനും അവരോട് സ്നേഹം കാണിക്കാനും അവരോട് കരുതൽ കാണിക്കാനും അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യം. തെരേസ ഈസ് ഓൾസോ സെൻസിറ്റീവ് ആൻഡ് ഇന്നസെന്റ്. തെരേസ എന്ന് പറയുന്നത് വളരെ ഇന്നസെന്റ് ആണ്, നിഷ്കളങ്കയാണ്, അതേപോലെ തന്നെ സെൻസിറ്റീവ് കൂടിയാണ്. When the narrator insults her and doubts her character, she becomes hurt and breaks down in tears. അതായത് ആ ഒരു നെറേറ്റർ, അതായത് ആ ഒരു കുട്ടി ഈ ഒരു തെരേസയെ കളിയാക്കിയപ്പോൾ, ഇൻസൾട്ട് ചെയ്തപ്പോൾ, അതേപോലെ തന്നെ തെരേസയിൽ സംശയം തോന്നി എന്ന് അവരോട് പറഞ്ഞപ്പോഴും ഒക്കെ തെരേസ എന്ത് ചെയ്യാണ്? വിങ്ങിപ്പൊട്ടുകയാണ്. തെരേസ എന്ത് ചെയ്യാണ്? സ്വയം വേദന അനുഭവിക്കുകയാണ്. അവർക്കത് നന്നേ വേദനിക്കുന്നുണ്ടായിരുന്നു. ദിസ് പ്രൂവ്സ് ദാറ്റ് ഷീ ഹാസ് സെൽഫ് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്? തെരേസയ്ക്ക് സെൽഫ് റെസ്പെക്റ്റും അതേപോലെ തന്നെ ഒരു ഡിഗ്നിറ്റിയും ഉണ്ട് എന്നുള്ളതാണ്. ഷീ ഈസ് നോട്ട് എ ഷെയിംലെസ് പേഴ്സൺ ബട്ട് എ വുമൺ സഫറിങ് സൈലന്റ്ലി. അവരെന്താണ്? ഒരു മോശം സ്ത്രീയോ അല്ലെങ്കിൽ അവര് എന്തോ കുഴപ്പമുള്ള ആളോ ഒന്നുമല്ല. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഉള്ളൊരു സങ്കടമാണ്. തെരേസ റെപ്രസെന്റ്സ് ദ പെയിൻ ഓഫ് ലോൺലിനെസ് ആൻഡ് ദ നീഡ് ഫോർ ഹ്യൂമൻ ലവ്. അപ്പം തെരേസയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്? തെരേസ എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷൻ ആണ്, ഒരു പ്രതീകമാണ്. എന്തിന്റെ? ഒരുപാട് ആൾക്കാർ പലരാലും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്, അല്ലെ? ഏകാന്തത അനുഭവിക്കുന്ന, അതിപ്പം തെരേസ മാത്രമാകണമെന്നില്ല, പ്രായമായവരൊക്കെ എന്താണ് ഏകാന്തത അനുഭവിക്കുന്ന ഒരുപാട് പേര്, അല്ലെങ്കിൽ സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രതീകമായിട്ടാണ് തെരേസ മാറുന്നത്. Through her character, the author teaches us not to judge people by their outer appearance and show sympathy towards others. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, നമ്മുടെ എഴുത്തുകാരൻ എന്താണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്? അതായത് ഒരാളുടെ പുറമേയുള്ള അപ്പിയറൻസ് വെച്ചുകൊണ്ട് അയാളുടെ സ്വഭാവത്തെയോ അയാളുടെ മറ്റു കാര്യത്തെയോ നമ്മൾ അളക്കാൻ വേണ്ടി പാടില്ല. അതായത് ഒരാളെ പറ്റിയിട്ട് നമുക്കൊരു സിംഗിൾ സ്റ്റോറി ഉണ്ടാവാൻ വേണ്ടി പാടില്ല. എന്താണ് സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത്? അതായത് ഒരു തെറ്റായ കഥ, അല്ലെ? അയാളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നതിന്, അയാളെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയുന്നതിന് മുമ്പേ അയാളെ പറ്റിയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കഥകൾ ഒരു വ്യക്തിയെ പറ്റിയിട്ട് നമ്മൾ മെനഞ്ഞെടുക്കാൻ വേണ്ടി പാടില്ല, അല്ലെ? ആ വ്യക്തി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. Thus, Teresa is a kind, lonely, emotional and imaginative woman who deserves compassion and understanding. തെരേസ എന്ന് പറയുന്നത് വളരെ കൈൻഡ് ആയിട്ടുള്ള, ഏകാന്തത അനുഭവിക്കുന്ന, വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. അവർക്ക് എന്താണ് ആവശ്യം? അവരെ മനസ്സിലാക്കാനും അവരെ സ്നേഹിക്കാനും അവരെ കരുതാനും ഉള്ള ആൾക്കാരെയാണ് അവർക്ക് ആവശ്യം. ഓക്കെ, അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് തെരേസ എന്ന് പറയുന്നത്.
ഈ ഒരു പാഠഭാഗത്തില് തെരേസയുടെ ആ ഒരു കഥാപാത്ര നിരൂപണമാണ് നമ്മളിപ്പം കണ്ടത്. ഓക്കെ, ഇതിന്റെ തന്നെ മലയാള വിവർത്തനം താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കാവുന്നതാണ്. വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഇത് വായിച്ചു നോക്കുക. എന്നിട്ട് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റിലൂടെ രേഖപ്പെടുത്തുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ. അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദേശം 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഫ്രണ്ട്സിന് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. കൂടാതെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഒരുപാട് വീഡിയോസിന്റെ ലിങ്ക് അവിടെ കിടക്കുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഉപകാരപ്രദമാകുന്നതായിരിക്കും. ഇതുപോലെയുള്ള പല ക്വസ്റ്റ്യൻസും ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. സോ അതുകൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.